സുഹൃത്തുക്കളെ, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊരു പാർട്ടിയാണിത്! നിങ്ങൾക്ക് ഈ പാർട്ടിയെക്കുറിച്ച് ഒരു ചുക്കും അറിയില്ല. നിങ്ങൾ ഇത് കേട്ടിട്ടുണ്ടാവും ഒരുപക്ഷെ. CPIM സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കാലത്ത് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ വാക്കുകളിൽ നിന്നായിരിക്കും. പക്ഷേ ഇപ്പോൾ തോന്നുന്ന ഫീൽ യഥാർത്ഥത്തിൽ ഇത് ചോദിക്കേണ്ടത് കോൺഗ്രസിനെ കുറിച്ചാണ് എന്ന് തന്നെയാണ്. കൂടോത്ര വിവാദത്തെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. എന്തൊരു പാർട്ടിയാണിത്! ഒരാളെ തീർക്കാൻ വേണ്ടി, ഒരാളെ ഇല്ലാതാക്കാൻ വേണ്ടി കൂടോത്രം ചെയ്യുന്ന പാർട്ടി. ഇത് ഏതെങ്കിലും വായുവിലുണ്ടാകുന്ന സംഭവങ്ങളോ അല്ലെങ്കിൽ ആരോപണങ്ങളോ ഒന്നുമല്ല. ഇത് ഈ കൂടോത്രത്തിന് ഇരയാക്കപ്പെട്ട മനുഷ്യൻ KPCC അധ്യക്ഷൻ സുധാകരൻ തന്നെ തുറന്നു പറയുകയും ചെയ്തൊരു സംഭവം കൂടിയാണ്. യഥാർത്ഥത്തിൽ ഞെട്ടിക്കുന്നതാണ്. യഥാർത്ഥത്തിൽ ഞെട്ടൽ മാത്രമല്ല, ചിരികളും ഇതെന്താണ് എന്ന് യഥാർത്ഥത്തിൽ ചോദിച്ചു പോവുകയാണ്. മനസ്സിൽ നിന്ന് തന്നെ ചോദിച്ചു പോവുകയാണ്. എന്താണ് കൂടോത്ര വിവാദം? ആരാണ് കൂടോത്ര വിവാദത്തിന് പിന്നിൽ എന്നൊക്കെയുള്ളതാണ് കേരളം ആകെ ചോദിക്കുന്നത്. നമ്മളും അതേ ചോദ്യം ചോദിക്കുകയാണ്. എന്തായാലും ഒരു കാര്യം ഉറപ്പിച്ച് പറയാം. സുധാകരനെ ഇല്ലാതാക്കാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിലും ഒപ്പം തന്നെ KPCC ഓഫീസിലെ അദ്ദേഹത്തിൻ്റെ കസേരയുടെ താഴെയും കൂടോത്ര സാധനങ്ങൾ, അതായത് മന്ത്രമേലസ് പോലുള്ള സാധനങ്ങൾ വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അത് സുധാകരൻ സ്ഥിരീകരിക്കുകയും ചെയ്യുന്നു. രാജ്മോഹൻ ഉണ്ണിത്താൻ ഇക്കാര്യത്തെക്കുറിച്ച് നിരന്തരം അസുഖം വരുന്ന ഒരു സാഹചര്യമായിരുന്നു സുധാകരൻ ഉണ്ടായിരുന്നത്. ആ സമയത്താണ് ഇതിനെക്കുറിച്ച് പരിശോധിച്ചത്. വീട്ടിൽ നടത്തിയ പരിശോധനയിൽ ഇത്തരം സാമഗ്രികൾ കണ്ടെടുത്തു. സുധാകരൻ്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ ഇത്തരം സാമഗ്രികൾ കണ്ടെടുത്തു എന്ന് പറയുമ്പോൾ, അത് സുധാകരൻ സ്ഥിരീകരിക്കുമ്പോൾ, എന്തൊരു പാർട്ടിയാണിത്! എന്താണ് ഈ കോൺഗ്രസിൽ സംഭവിക്കുന്നത്? ഇങ്ങനൊരു പാർട്ടിയിൽ എന്താണിത് എന്ന് വീണ്ടും വീണ്ടും ചോദിച്ചു പോകുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. ഏറ്റവും പ്രധാനമായിട്ടുള്ളത്, ഇങ്ങനൊരു ആരാണിത് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഒരു സംശയമില്ല, സുധാകരനെ എതിർക്കുന്നവർ തന്നെയാണ്. സുധാകരൻ ഇല്ലാതാകണമെന്ന് ആഗ്രഹിക്കുന്നവർ തന്നെയാണ് ഇത് ചെയ്തിട്ടുണ്ടാകുക എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് ഗ്രൂപ്പ് സമവാക്യങ്ങൾ പ്രധാനപ്പെട്ടതാണ്. സുധാകരൻ എന്ന ആൾ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറി കിട്ടിയാൽ തനിക്ക് KPCC അധ്യക്ഷനാകാമെന്ന് കരുതുന്ന മനുഷ്യർ ഇതിലുണ്ടാകാം. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, എതിർ പാർട്ടിക്കാരൊന്നുമല്ല, കോൺഗ്രസ് പിടിക്കാൻ വേണ്ടി നടക്കുന്ന ആരൊക്കെയോ ചെയ്യുന്ന പണികൾ എന്ന് മാത്രമേ ഇതിനെക്കുറിച്ച് തൽക്കാലം പറയാൻ കഴിയുള്ളൂ. ഇത് കേവലം ഒരു തവണ ഉണ്ടായ സംഭവമാണോ? സുധാകരന് മാത്രം ഉണ്ടാകുന്ന സംഭവമല്ല എന്നുള്ളതാണ് ഏറ്റവും കൗതുകകരമായിട്ടുള്ളത്. രാജ്മോഹൻ ഉണ്ണിത്താനും സമാനമായ അനുഭവം തന്നെ പറഞ്ഞു വെക്കുന്നു. ഒപ്പം തന്നെ അതിനുമപ്പുറത്തേക്ക് കർണാടക ഉപമുഖ്യമന്ത്രിയായ DK ശിവകുമാർ, അദ്ദേഹത്തിനെതിരെ കണ്ണൂരിൽ ഇങ്ങനെയൊരു സംഭവം നടന്നു എന്ന് അദ്ദേഹം തന്നെ വെളിപ്പെടുത്തുകയാണ്. കൂടോത്ര പാർട്ടി എന്ന് തന്നെ തീർത്തും പറയാവുന്ന രീതിയിലേക്ക് കൂടോത്രത്തിൽ ഒതുങ്ങി ജീവിക്കുകയാണ് യഥാർത്ഥത്തിൽ ആരൊക്കെയോ കോൺഗ്രസിൽ എന്ന് പറഞ്ഞു പോവുകയാണ്. ഇത് എത്രയോ കോൺഗ്രസ്സുകാർ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് പണിയെടുത്ത് വളർത്തുന്ന പാർട്ടിയാണ്. താഴെ തട്ടിലെ പ്രവർത്തകരടക്കം, ബൂത്ത് തലത്തിലുള്ള പ്രവർത്തകരടക്കം എത്രയോ കഷ്ടപ്പെട്ട് പണിയെടുത്ത് ഈ പാർട്ടിയെ വീണ്ടും ഈ സംസ്ഥാനത്തും ഇന്ത്യയിലുമൊക്കെ അധികാരത്തിലെത്തിക്കാൻ വേണ്ടി പണിയെടുക്കുമ്പോഴാണ് ഇവിടെ ചിലർ എന്തൊക്കെയോ കളിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് തന്നെ പറയേണ്ടി വരും. DK ശിവകുമാറിൻ്റെ ആരോപണം ഉണ്ടായ സമയത്ത് തന്നെ ഈ വിഷയത്തെക്കുറിച്ച് ഗൗരവമായ പരിശോധനകൾ ഉണ്ടാകുമെന്നൊക്കെ പറഞ്ഞിരുന്നതാണ്. പക്ഷേ അത് എവിടെ നടന്നു, എങ്ങനെ നടന്നു എന്നുള്ളത് വ്യക്തമല്ല. പക്ഷേ അവിടുത്തെ ഒരു ക്ഷേത്രത്തിൻ്റെ പേര് പറയുന്നു, ക്ഷേത്രാധികൃതർ അത് നിഷേധിക്കുന്നു. അങ്ങനെയാണ് DK ശിവകുമാർ വിവാദം അവിടെ അവസാനിക്കുന്നത്. പക്ഷേ സുധാകരൻ വിവാദത്തിൽ ദൃശ്യങ്ങളടക്കമുള്ള തെളിവുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഈ കൂടോത്ര ചെയ്യൽ, അതിൻ്റെ പൂജയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ ഒക്കെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നിരിക്കുന്നു എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഇതാരാണ് ഇതിന് പിന്നിൽ എന്ന ചോദ്യത്തിന് നേരത്തെ പറഞ്ഞ പോലെ സുധാകരൻ്റെ ശത്രുക്കൾ, സുധാകരൻ ഇല്ലാതായാൽ തനിക്ക് പാർട്ടി പിടിക്കാം എന്ന് കരുതുന്നവർ, അതാരാണ് എന്നുള്ളത് നമുക്ക് ഒറ്റയടിക്ക് കൃത്യമായി പറയാൻ കഴിയില്ല. ഇങ്ങനൊരു നിഗമനം അതിലേക്ക് മാത്രമേ എത്താൻ കഴിയുള്ളൂ. നിങ്ങൾക്ക് അഭിപ്രായങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും അക്കാര്യത്തെക്കുറിച്ച് അറിവുകളോ അഭിപ്രായങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റായി രേഖപ്പെടുത്താം കേട്ടോ. പക്ഷേ നമുക്ക് ശത്രുക്കൾ എന്നതിനപ്പുറത്തേക്ക് ആരാണ്? ഒരുപാട് പേർ ശത്രു നിലയിലുണ്ടാവും. ഇപ്പോൾ മുഖ്യമന്ത്രിയാകാൻ കാത്തിരിക്കുന്ന ഒരുപാട് മനുഷ്യർ കോൺഗ്രസ്സിലുണ്ട്, നമുക്കറിയാം. KC വേണുഗോപാൽ തൊട്ട് രമേശ് ചെന്നിത്തല ഒരിക്കൽ തുറന്നു പറഞ്ഞാണ് തനിക്ക് മുഖ്യമന്ത്രി ആവണമെന്ന്. BD സതീശൻ ആഗ്രഹമുണ്ട്, സുധാകരൻ, മുല്ലപ്പള്ളി രാമചന്ദ്രൻ, അങ്ങനെ
നീളുന്നതാണ് ആ പട്ടിക എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആരുടെയെങ്കിലുമൊക്കെ പേര് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഇപ്പോൾ കെ മുരളീധരൻ്റെ അദ്ദേഹം പാർട്ടി പിടിക്കുകയും ഭാവിയിൽ മുഖ്യമന്ത്രി ആകാനുള്ള സ്വപ്നങ്ങൾ അദ്ദേഹത്തിനുണ്ടാകും. ആരും ആഗ്രഹിച്ചു പോവും. പ്രത്യേകിച്ച് കോൺഗ്രസിലെ മുൻനിര നേതാക്കൾ പലരും ആഗ്രഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഇപ്പോൾ KPCC അധ്യക്ഷ പദവിയിലേക്ക് ആഗ്രഹിക്കുന്ന പലരുണ്ട്. ഇപ്പോൾ മുരളീധരൻ ഒരു സമയത്ത് ആഗ്രഹിച്ചിരുന്നു എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അടൂർ പ്രകാശ് ആഗ്രഹിച്ചിരുന്നു എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ബെന്നി ബെഹനാനും ഒപ്പം തന്നെ ഇപ്പുറത്ത് ആൻറ്റോ ആൻ്റണിയുടെയും ഒക്കെ പേരുകൾ ഉയർന്നു വന്നിട്ടുണ്ട്. ഇവരാരെങ്കിലുമാണ് ഇതിന് പിന്നിലെന്ന് നമ്മൾ പറയുകയല്ല കേട്ടോ. പക്ഷേ നമ്മൾ കേട്ടിട്ടുള്ള രാഷ്ട്രീയ നീക്കങ്ങളെക്കുറിച്ചുള്ള വാർത്തകളിൽ ഇത്തരം പേരുകൾ പലരുടേതുമുണ്ട്, മുഖ്യമന്ത്രിയാകാനുമൊക്കെ. അപ്പം ഞാൻ യഥാർത്ഥത്തിൽ പറഞ്ഞു വരുന്നത് ശത്രുപക്ഷത്തുള്ളവരല്ല, അതായത് പാർട്ടിക്ക് പുറത്തുള്ളവരല്ല. എപ്പോഴും കോൺഗ്രസ്സിലല്ല, എല്ലാ പാർട്ടിയിലും അത് തന്നെയാണല്ലോ. ഒരാൾ തീർന്നാൽ മാത്രമേ അടുത്ത ആൾക്ക് ആ സ്പേസിലേക്ക് കടന്നു വരാൻ പറ്റുകയുള്ളൂ. ഇപ്പോൾ പാർട്ടി സെക്രട്ടറി പദവിയിൽ നിന്ന് ഒരാൾ മാറിയാൽ മാത്രമേ അടുത്ത ആൾക്ക് ഓപ്ഷനുള്ളൂ. ഇപ്പോൾ കോൺഗ്രസിൻ്റെയൊക്കെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഒരു മണ്ഡലത്തിൽ തുടർച്ചയായി മത്സരിക്കുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പദവിയിൽ തുടർച്ചയായിട്ടിരിക്കുന്ന ഒരു ആഴ്ചയൊക്കെയാണ് പൊതുവെ നമ്മൾ കണ്ടുവരാറുള്ളത്. അത് കേരളത്തിലെ കോൺഗ്രസിൽ മാത്രമല്ല, രാജ്യത്താകെയുള്ള കോൺഗ്രസിൻ്റെ അവസ്ഥയും അതുതന്നെയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളപ്പോഴായിരിക്കും ഒരുപക്ഷെ ആരെങ്കിലുമൊക്കെ കൂടോത്രം ചെയ്ത് അങ്ങ് നശിപ്പിച്ച് കളഞ്ഞേക്കാം, ഇല്ലാതാക്കിയേക്കാം എന്നുള്ളത്. യഥാർത്ഥത്തിൽ കെ സുധാകരന് കൂടോത്രത്തിൽ വിശ്വസിക്കുന്നുണ്ട് എന്ന് വേണം കരുതാൻ. അദ്ദേഹത്തിൻ്റെ പ്രതികരണം അങ്ങനെയാണല്ലോ വന്നത്. കഷ്ടിച്ച് ഞാൻ രക്ഷപ്പെട്ടു, ജീവനും കൊണ്ട് രക്ഷപ്പെട്ടു എന്ന് അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹവും അതിൽ വിശ്വസിക്കുന്നുണ്ട് എന്ന് തന്നെയാണ്. എന്തായാലും ഈ കാലത്ത്, ഈ നൂറ്റാണ്ടിൽ ഇത്തരം കാര്യങ്ങളൊക്കെ വിശ്വസിക്കുന്ന മനുഷ്യരുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. നമ്മൾ കേരളമാണിപ്പോൾ CPM ഇപ്പുറത്ത് കോൺഗ്രസിനെ അധിക്ഷേപിക്കുന്നുണ്ട്. പക്ഷേ ഈ പൂമൂടൽ വിവാദം പോലെയുള്ള പല വിവാദങ്ങളും ആ പാർട്ടിയിലും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് തൽക്കാലം മറക്കാതെ പറയുകയല്ല. തൊട്ടിപ്പുറത്ത് എന്താ പറയുക, വിശ്വാസം എന്നുള്ളത് കേരളത്തിൽ എത്രത്തോളം അനാചാരവുമായി ഒക്കെ ചേർന്ന് നിൽക്കുന്ന കാര്യങ്ങളാണ് എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. ദുർമന്ത്രവാദത്തിൻ്റെ പേരിൽ നിരവധി പേർ മരിക്കുന്ന സാഹചര്യം പോലും കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ വലിയ നേതാക്കൾ ഇതിന് പിന്നാലെ പോകുന്നു. എന്തായാലും ചെറിയ നേതാക്കളോ ഒരു DCC തലത്തിലുള്ള നേതാക്കളൊന്നും സുധാകരൻ ഇല്ലാതാകണം എന്ന് ആഗ്രഹിക്കുമെന്ന് തൽക്കാലത്തെ യുക്തി വെച്ച് നമുക്ക് അനുമാനിക്കാൻ കഴിയില്ല. അപ്പോൾ ഏതെങ്കിലും മുതിർന്ന നേതാക്കളുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെയൊക്കെയുള്ള നീക്കം ഉണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ദുരന്തമാണ്. ഇപ്പോൾ സംസ്ഥാനത്ത് CPMന് ഒരു തിരിച്ചടി ഉണ്ടായി തെരഞ്ഞെടുപ്പിൽ, അതിന് പിന്നാലെ കോൺഗ്രസ് ഒരു വലിയ ഉണർവിലേക്ക് വരുമ്പോഴാണ് ഇത്തരത്തിലുള്ള വിവാദം യഥാർത്ഥത്തിൽ കോൺഗ്രസിനെ ആകെ നാണം കെടുത്തുന്നു എന്നുള്ളതാണ്. കോൺഗ്രസിൽ എന്തും ചെയ്തും അധികാരം പിടിക്കാൻ തയ്യാറായി നിൽക്കുന്ന മനസ്സുള്ളവരുടെ വലിയൊരു നിര അവിടെയുണ്ട് എന്ന് ഓർമ്മിപ്പിക്കുന്ന സംഭവം കൂടിയാണ്. ഇത് കേവലം ഒരു വിവാദം, തമാശയായി തോന്നാം. പക്ഷേ ഇത് സംസ്ഥാന കോൺഗ്രസിനെ ആകെ പിടിച്ചുലയ്ക്കുന്ന ഒരു സംഭവം തന്നെയാണ്. ഒരു അവിശ്വാസം കോൺഗ്രസ് നേതൃത്വത്തിനുള്ളിൽ ആകെ പരസ്പരം ഉണ്ടാകുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തി എന്നുള്ളതാണ്. എന്തായാലും കെ സുധാകരൻ അടക്കം അറിയാമായിരിക്കും ആരാണ് ഇതിന് പിന്നിൽ എന്നുള്ളത്. തീർച്ചയായും ഇക്കാര്യത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്ത് എന്നുകൂടി കമൻറ്റായി രേഖപ്പെടുത്തുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നോട്ടിഫിക്കേഷൻ ബട്ടൺ ഓൺ ചെയ്തിടണം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി ഉടൻ കാണാം. നന്ദി.